നമസ്കാരം. റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇഷാൻ പണ്ഡിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല? അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ നിന്ന് അപ്രത്യക്ഷനായല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലവട്ടമായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായ കൃത്യമായ അപ്ഡേറ്റ് മാർക്കസ് മർഹുലാവ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇഷാൻ പണ്ഡിത കളിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരം ഇതിൽ നിന്ന് ലഭിക്കും. ഇനി എന്ന് അദ്ദേഹം കളിക്കാനാണ് സാധ്യത? നമ്മളത് നോക്കുകയാണ്. ഇപ്പം മാർക്കസ് മർഹുലാവ് വിശദീകരിക്കുന്നു. സിൻസ് എവരി വൺ ആസ്കിങ് അബൌട്ട് ഇഷാൻ പണ്ഡിത, ഇഷാൻ പണ്ഡിതയെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇഷാൻ പണ്ഡിതയ്ക്ക് ഇഞ്ചുറി സംഭവിച്ചിരുന്നു, നമുക്കറിയാം. ഇഷാൻ പണ്ഡിതയ്ക്ക് ഇഞ്ചുറി സംഭവിച്ചിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം റിക്കവേർഡ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലാണ്. പക്ഷെ അതിൻ്റെ 2 ദിവസം മുമ്പ്, ആ റിട്ടേൺ ഡേറ്റിന് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് വീണ്ടും പരിക്ക് പറ്റുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ വീണ്ടും പരിക്ക് പറ്റി. അങ്ങനെ അദ്ദേഹം പുറത്തായി. ഇപ്പോൾ അദ്ദേഹം റിക്കവേർഡ് ആയിട്ടുണ്ട്, റണ്ണിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഒരു 7 മുതൽ 10 ദിവസം വരെയുള്ള സമയം കൊണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സജ്ജനാവും എന്നാണ് മാർക്കസ് മർഹുലാവ് വിശദീകരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇഷാൻ പണ്ഡിതയെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതോ അദ്ദേഹത്തെ ക്ലബിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതോ ഒന്നുമല്ല. അദ്ദേഹത്തിന് പരിക്ക് പറ്റി റിക്കവറായി വന്ന് ട്രെയിനിങ് ഒക്കെ നടത്തി റിട്ടേൺ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ വീണ്ടും പരിക്ക് പറ്റി. അങ്ങനെ പരിക്ക് പറ്റി അദ്ദേഹം പുറത്തായി. അതാണ് ഉണ്ടായത്. ഇപ്പോൾ അതിൽ നിന്ന് റിക്കവറായി വീണ്ടും മത്സര സജ്ജനായിട്ട് വരുന്നേ ഉള്ളൂ. ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ അദ്ദേഹം ഒരു പക്ഷേ റെഡി ആയേക്കും. ഇതാണ് വസ്തുത. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.